ഹലോ മച്ചമാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. എന്താണ് കണ്ണുകടി നിങ്ങൾക്കറിയോ? അതായത് ഒരാള് നന്നാവണ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാള് നല്ല രീതിയിലാവണ കണ്ടാൽ അപ്പുറത്തോന് വരുന്ന ആ ഒരു ഇദ്ദേഹത്തിനോട് വരുന്ന ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു കുശുമ്പ് എന്നൊക്കെ പറയാം. അതിനാണ് ഈ ഒരു കണ്ണുകടി എന്നുള്ളത് പറയാം അല്ലെ. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങി, നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി, അറിയപ്പെടാൻ തുടങ്ങി. തൊട്ടപ്പുറത്തെ ഒരു സ്ഥലം ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തവൻ എന്ത് ചെയ്യും? സെയിം ബിസിനസ് ചെയ്യും. എന്നാൽ നമ്മള് അവിടെ ബിസിനസ് നടത്തുന്നുണ്ട്, അദ്ദേഹത്തിനായിട്ട് കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് വെച്ചിട്ട് ബിസിനസ് നടത്താം എന്നും, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ബിസിനസ് നടത്താം എന്നല്ല വിചാരിക്കണം. സെയിം പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ വെച്ച് സെയിം അതേ ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ അവിടെ ബിസിനസ് ചെയ്യാം എന്നാലോചിക്കും. ഒരുത്തം നന്നാവണ ഇവനും കൂടി അവിടെ പോയിട്ട് ആ ഒരു രീതിയിൽ തന്നെ കച്ചവടം ചെയ്യണം എന്നുള്ളത് നേരെ തിരിച്ചും ചിന്തിക്കാട്ടാ. കാരണം ഇപ്പൊ ഈ പുതിയ വന്നിട്ടുള്ള ആൾക്കാരില്ലേ, അവരാണ് പഴയത് ആയിട്ടിരിക്കണെന്നുണ്ടെങ്കിൽ ഈ പഴയ ഇരിക്കുന്ന ആൾക്കാർ പുതിയതായിട്ട് വരാണെങ്കിൽ അവരും തൊട്ടടുത്ത് തുടങ്ങും. പക്ഷെ നമ്മുടെ തൃശ്ശൂര് പൂത്തോളുള്ള മൈജിട്ടാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗംഭീര കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ തൊട്ടടുത്താണ് ഇതാ നന്ദിലത്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു ബീവറേജ് ആയിരുന്നു കേട്ടോ, അത് അവര് മാറ്റി ഇപ്പതാ നന്ദിലത്ത് വരാണ്. മൈജിക്ക് നൈസായിട്ട് വെടി കൊടുത്തിട്ടാണ് നന്ദിലത്ത് വരുന്നത്. കാരണം ഇവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോ എന്തായാലും ഇവിടെയും കൂടിയും ആ ഒരു ബേസ് വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം കച്ചവടം ഉണ്ടാവുന്നു. മലയാളി പൊളിയല്ലേ അല്ലെ? ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ മച്ചവനെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ.